Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ജന്മദിനങ്ങൾ ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നത് പോലുള്ള ഒരു പതിവ് എൻ്റെ കുടുംബത്തിലില്ലായിരുന്നു. ഞാൻ കടന്നു പോകുന്ന വേദികളിലുമില്ലായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ നിർബന്ധമായിട്ട് എൻ്റെ ഈ ജന്മദിനങ്ങൾ വളരെ ഹ്രസ്വമായ ആധ്യാത്മിക കർമ്മങ്ങളിലൂടെ ഞങ്ങൾ നിർവഹിച്ചു പോരുകയായി. ചെറുതായപ്പോൾ നിങ്ങളെ പോലെ എന്നെ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ബാക്കി എല്ലാവരും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ പോലും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. കാരണം ഒരു കാലത്ത് അവരെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ അടുത്തായിരിക്കുകയും എന്നോടൊപ്പം പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരാണ്. എൻ്റെ പേരിൽ ഞാൻ ഇതുവരെയും ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടില്ല. അതേസമയം സഭയുടെയും മനുഷ്യ സമൂഹത്തിൻ്റെയും വലിയ തിരുനാളുകളൊക്കെ ഞാൻ ആഘോഷിക്കാൻ മുൻപന്തിയിൽ തന്നെയാണ്. നാം എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു. അതുതന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചുമുള്ള സത്യം. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമ്മൾ നടുന്നു അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുന്നു, ദൈവമാണോ നാമായിട്ടൊന്നും തന്നെ ഉണ്ടാകുന്നു. അത് ഞാൻ എത്തിയോസ് ചെയ്യാൻ പോകുന്നു. ഇവിടെ ചില കാര്യങ്ങൾ നടുന്നതിനും ചില കാര്യങ്ങൾ വളർത്തുന്നതിനും തിരിച്ചാണ്. സകല രൂപതയിൽ വാസ്തവത്തിൽ ഞാനാണ് നട്ടതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് മുമ്പ് തന്നെ മിഷണർമാർ അവിടെ ചെന്ന് കുറേ ക്രിസ്ത്യ വിശ്വാസ ആശ്ലേഷിക്കുന്നതിന് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നടുക, വളർത്തുക. പിന്നീട് ഞാൻ ഇവിടെ തിരിച്ചു വന്ന എറണാകുളം രൂപതയിലും പ്രവർത്തിച്ചപ്പോൾ അത് തന്നെയായിരുന്നു അനുഭവം. എൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ ഓരോ സഭയും, ലത്തീൻ സഭയും, മലങ്കര കത്തോലിക്ക സഭയും, സുറമലബാർ സഭയും ശക്തിപ്പെടുന്നത് വഴിയായിട്ടാണ് കേരളത്തിലെ സഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഭ ശക്തിപ്പെടുന്നത്, കത്തോലിക്ക സഭ. അതേസമയം ക്രൈസ്തവർ ശക്തിപ്പെടുന്നത് ക്രൈസ്തവ സഭകളും ഇതര ഓർത്തഡോക്സ്, CSI, മാർത്തോമ, ഈ സഭകളെല്ലാം കൂടെ ശക്തിപ്പെടുത്തുക. ക്രൈസ്തവരായ നമുക്ക് ഒരു യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാകേണ്ടതില്ല. ഭാഗ്യമായിട്ട് നമ്മൾ ഒന്നിച്ചു കൊടുക്കും. പിന്നെയോ നമ്മുടെ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നമ്മൾ അപ്പാടെ സൂക്ഷിക്കുന്നത് വഴിയായിട്ട് നമുക്കുണ്ടാകുന്ന ഗുണം നമ്മുടെ സമ്പന്നത വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ ഒരു കുഞ്ഞ് കാനഡയിലാണെന്നെങ്കിൽ, വേറൊരു കുഞ്ഞ് ആഫ്രിക്കയിലാണെന്നെങ്കിൽ, ഇനിയൊരു കുഞ്ഞ് ഏഷ്യയിലെ ഒരു ബാങ്കോക്കിലോ അവിടെ ആണെന്നെങ്കിൽ, അവരെല്ലാം കൂടെ വീട്ടിൽ വന്നിട്ട് ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷത്തിന് എല്ലാവരുടെയും ക്രിസ്മസ് രീതികളെ ഒന്നിച്ച് ചേർത്ത് അവതരിപ്പിച്ചാലും ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷത്തെ എന്ന് പറഞ്ഞതുപോലെയാണ് സഭയിലെ വൈകിട്ട്. ഒരു സഭയും മറ്റൊരു സഭയുടെ മുകളിൽ നിന്നാണ്. എല്ലാ സഭകളും കർത്താവിൻ്റെ ആത്മാവിനായി നയിക്കപ്പെട്ടത്. എല്ലാത്തിലും നന്മകൾ, ഒന്നിലെയും നന്മകൾ നമ്മൾ ഇല്ലാതാക്കും. എല്ലാ നന്മകളെയും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ സന്തോഷത്തിലേക്ക് വരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മുടെ ആസ്ട്രേലിയക്കാരുടെ രീതിയിൽ മാത്രം മതിയെന്ന് പറഞ്ഞ് പിന്നെ മറ്റു രണ്ട് മക്കളും എന്തോ ദുഃഖത്തിലായിരിക്കും. അപ്പോൾ ആസ്ട്രേലിയയായിട്ടും കാനഡയും ഇപ്പോഴത്തെ യാഥാർത്ഥ്യമനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആഫ്രിക്കയിൽ കൊണ്ടുവരുന്നതെല്ലാം കൂടെ ഭക്ഷിച്ച് വരണം ചെയ്ത് അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച് നൃത്തമാടിയൊക്കെ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷം എത്ര വലുതാണ്. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നിന്ന പോലുള്ള ഒരു സന്തോഷം, ഇതുപോലുള്ള പങ്കുവയ്ക്കുന്ന ഒരു സന്തോഷം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ് ആവശ്യം. നാം എല്ലാവരും ദൈവത്തിൽ വലിയവരാണ്. ദൈവത്തിന് നാം എല്ലാവരും വലിയവരാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് എല്ലാ മക്കളോടുള്ളതുപോലുള്ള ഒരേ സ്നേഹമാണ് ദൈവമായ പിതാവ് നമ്മളോട് എല്ലാവരോടും. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കണ്ടാലും അപ്രകാരമുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഒക്കെ
പ്രകടിപ്പിക്കാൻ ഞാൻ കുഞ്ഞുനാൾ മുതലേ അറിയാത്തവരോ ഒക്കെ പ്രേരിതനായിട്ട്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday.